ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ ചെറിയൊരു ടൈം മൈ ലൈഫാണ് കേട്ടോ. നമ്മുടെ ഒരു ചെടികളും കുക്കിങ്ങും എല്ലാം കൂടെ കൂടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തിൽ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ കറികളൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പം ഇന്ന് നമുക്ക് ദോശയായിരുന്നു. അപ്പം ദോശക്ക് ചോറ് ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ ഞാൻ ചോറ് കൂട്ടിയിട്ടാണ് അടിക്കുക. ചോറ് കൂട്ടാതെ ഉണ്ടാക്കുമ്പോൾ ഒരു വ്യത്യാസം തോന്നലുണ്ട്. അപ്പോൾ അതിന് പകരം ഞാൻ അതിലേക്ക് മുട്ട ചേർത്തിട്ടാണ് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ പുറത്തിറങ്ങാനുള്ള ദിവസങ്ങളിൽ ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലുമാണ് ഉണ്ടാക്കുക. അപ്പം അടുക്കളത്തെ പണിയൊക്കെ കഴിച്ച് വെച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് നേരം വൈകി അകത്തേക്ക് കയറിയാലും ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ കുട്ടീനെ നോക്കാൻ മക്കളുള്ളതിനെ കൊണ്ട് അതൊരു പ്രയാസമില്ല. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യൽ കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോക്ക് മാഷാഅല്ലാഹ് നല്ല റെസ്പോൺസ് ഉണ്ട്, റീച്ച് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറേ വീഡിയോ ഇടുമ്പം ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ നമ്മൾ റീച്ച് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, എനിക്കിതിൽ നിന്ന് എന്തെങ്കിലും ഏൺ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് ഞാൻ പിന്നോട്ട് വെക്കാത്തത്. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഏണിങ്സ് കിട്ടും, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഒക്കെ തന്നെയാണ്. പലർക്കും ഒരു സംസാരമുണ്ട്, വീഡിയോ എടുത്തിടുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ പരിപാടിയല്ലേ. ഒരിക്കലും ഈ വീഡിയോ ഞാൻ എടുത്ത വീഡിയോ ആണ്. പുറത്തെ പണി ഇതുവരെ പണികളൊക്കെ ഭയങ്കര എടുക്കുന്നത്, വോയിസ് ഓവർ കൊടുത്തിടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുക്കളത്തെ പരിപാടി കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തെങ്കിലും രീതിയിൽ നമ്മൾ എടുത്ത് അങ്ങനെ രാവിലെ തന്നെ ഈ ചോറിൻ്റെ പണിയൊക്കെ കഴിച്ചിട്ടാണ്. എങ്ങനെയെങ്കിലും ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എഡിറ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത കട്ട് ചെയ്ത് നമുക്ക് ഹൈഡ് ചെയ്യാനുള്ളതൊക്കെ പിന്നെ മറിച്ച് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് പണി തന്നെയാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, ശരിക്കൊരു ജോലി തന്നെയാണ് കേട്ടോ. പിന്നെ ജോലിയായിട്ട് കാണുന്നവർക്ക് പിന്നെ ഇത് ജോലി തന്നെയാണ്. അല്ലാത്തവർക്ക് എന്താ പറയുക, ടൈം പാസ്സായിരിക്കും. ജോലിയായിട്ട് കാണുന്നവർക്കാണ് നമുക്ക് എന്നും വീഡിയോ ഇടാനും ഇതൊക്കെ പറ്റുക. ഇപ്പം ഞാൻ തന്നെ കുറേ വീഡിയോയുടെ അടിയിൽ കാണലുണ്ട്, കഷ്ടപ്പെട്ട് നിന്ന ആൾക്കാർ വളർന്നു വരുമ്പോൾ. ഇപ്പോൾ നൗഫൽ, TKD, അതേപോലെ കുറേ പേര് അങ്ങനത്തെ, സുജിൻ കൃഷ്ണ, ഇവരൊക്കെ വീഡിയോ ഞാൻ തുടക്കത്തിൽ ആദ്യം കാണലുണ്ട്, ഇപ്പോഴും കാണലുണ്ട് കേട്ടോ. കാരണം ഓലൊക്കെ കഷ്ടപ്പാടുന്ന് രക്ഷപ്പെട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ അന്നേരം പല ആൾക്കാരും അതിൻ്റെ അടി ഒരു കാറ് വാങ്ങുമ്പോഴോ വീട് വെക്കുമ്പോഴോ ഒക്കെ ആൾക്കാർക്കൊരു പറച്ചിലുണ്ട്, അഹങ്കാരം വന്നു. അപ്പം ശരിക്കും അങ്ങനെയല്ല കേട്ടോ. ഈ പാവങ്ങൾക്കല്ലാത്തവർക്കൊക്കെ ഒരാഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, നമുക്ക് പൈസ വന്നാൽ അത് വാങ്ങണം. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആവും. നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ചേഞ്ച് ആവും നമുക്ക് കുറച്ച് പൈസയൊക്കെ വരുമ്പോൾ. അപ്പം എന്താ പറയുക, എല്ലാവരും ഓലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു തൊഴിൽ മേഖല ആക്കിയിട്ട് കണ്ടോലാണ്. അപ്പോൾ ഞാനും ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഫുൾ ടൈം ഇതിലിരിക്കാൻ പറ്റാത്തതുകൊണ്ട് വല്ലപ്പോഴും വീഡിയോ ഇടുന്നു. ഞാനും ഏണിങ്സ് ഉദ്ദേശിച്ച് തന്നെയാണ് വീഡിയോസ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം കണ്ടോ, ഞാനിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറിയും കൂടെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ചോറും കൂടെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാമല്ലോ എന്നാണ് എൻ്റെ മനസ്സിൽ. പിന്നെ കായം തേച്ച മീനുണ്ട്, അതും കൂടെ പൊരിക്കും. അത് തിന്നാൻ നേരം പൊരിക്കുള്ളൂ. ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട് കായം. അപ്പോൾ ഇന്ന് കിഴങ്ങും തക്കാളി ഉള്ളിയാണ് കറി വെക്കുന്നത്. ദോശയ്ക്ക് ഒരു ഡ്രൈ ആക്കിയിട്ടാണ് വെക്കുന്നത്, കട്ടിയിലാണ് വെക്കുന്നത്. അതാണ് ആ ദോശയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുക. നല്ല ലൂസായ വെള്ളം പോലെ വെക്കൂല. പിന്നെ രാത്രി പിന്നെ ഇവിടെ ആരും അങ്ങനെ, മക്കൾ മാത്രമേ ഭക്ഷണം കഴിക്കലുള്ളൂ, ചോറൊന്നല്ലുള്ളൂ. ഞാൻ എൻ്റെ ഹസ്ബൻഡും രാത്രി ഒന്നും കഴിക്കില്ല. ഇപ്പം ഇവിടെ ചെറിയ മോക്കാണെന്ന് വെച്ചാൽ കഞ്ഞിയാണ് കൊടുക്കുക കേട്ടോ. ഒക്കെ കഞ്ഞിയാണ് ഒന്നും കൂടെ കൊടുക്കാൻ എളുപ്പം. അപ്പോൾ കഞ്ഞി എന്നും ഉണ്ടാക്കും. പിന്നെ ദോശ അതേപോലെ ഒരു നമ്മളെ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ചൂടൽ. ഇത് കുറച്ച് കാലമായിട്ട് എൻ്റെ കയ്യിലുള്ളൊരു ഇരുമ്പ് പഴയ വീട്ടിലെ സമയത്തേ ഉണ്ട് കേട്ടോ. അപ്പം അത് പിന്നെ നമ്മൾ ഇടങ്ങേറായി നിൽക്കുന്ന സമയത്ത്, വേഗം പണിയെടുക്കുന്ന സമയത്ത് കഞ്ഞിയൊക്കെ തിളച്ചിന്ത് എന്താ പറയുക, ഒന്നുകൂടെ ശ്രദ്ധ വിട്ടപ്പോൾ തിളച്ച് ചിന്തി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചോറും കൂടെ ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുക ചെയ്യൽ. പക്ഷേ ഇതിപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയ അരി ആയതുകൊണ്ട് തിളപ്പിച്ചവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഊറ്റി കൊടുത്താൽ മതി. ചോറ് കറക്റ്റ് വേവായിട്ടുണ്ടാവും കേട്ടോ. തിളയ്ക്കുമ്പോൾ ഒന്ന് ഓഫാക്കിയിടുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് 5 മിനിറ്റോ 10 മിനിറ്റോ കഴിഞ്ഞ് നോക്കുമ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും. പാകത്തെ വേവിനെ ഊറ്റിയെടുക്കുക. റൈസ് കുക്കറിലേക്ക് സ്കൂൾ തരി വെച്ച് കഴിഞ്ഞാൽ അത് വെന്ത് ചീഞ്ഞ കോലത്തിലാവും. അപ്പോൾ എനിക്ക് ഇരുമ്പ് ചീഞ്ചട്ടിയിലാണ് ദോശ ചൂടാനിഷ്ടം. ഏതെങ്കിലും സമയത്ത് എന്താ പറയുക, കുറേയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലൊക്കെയാണ് ഞാൻ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ 2 അടുപ്പത്ത് നോൺ സ്റ്റിക്കും വെക്കും, മറ്റും വെക്കും. അങ്ങനെ വെക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, വേഗം ചുട്ട് കയ്യിൽ 2 വെക്കുമ്പോൾ. അല്ലെങ്കിൽ ഞാൻ കൂടുതലും ഇതേപോലെ ഇരുമ്പിൻ്റെ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ദോശ ചൂടുക. പിന്നെ നമ്മളെ കറിയാണ് കേട്ടോ അത്. അപ്പോൾ ഈ കറിയും കൂടെ അതിലേക്ക് തൂമിച്ച് ഒഴിച്ചാൽ നമ്മളെ കറിയായി, ചോറായി, കഞ്ഞിയായി, അതേപോലെ ചായൻ്റെ കൂട്ടാനുമായി. അങ്ങനെ പണി കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങും.
ഇനി പുറത്തേക്ക് പോകണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആറ്റുനോറ്റ് ആഗ്രഹിച്ചുണ്ടാക്കുന്ന പല സാധനങ്ങളും ഒന്നണ്ട് കായായി കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. ഭയങ്കര വിഷമമാണ്. ഇവിടെ എല്ലാ സാധനവും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ ഒരുപാട് കെയർ ചെയ്ത് നോക്കിക്കൊണ്ടുവരുന്ന പല സാധനങ്ങളും ഒന്നണ്ട് കായാകുമ്പോഴത്തേനും അത് നാശമാവും. ഈ കാണുന്ന പൂച്ചക്കുട്ടികളില്ലേ, ഇതിൻ്റെ 3 കുട്ടികളാണുള്ളത്. ഇതിൻ്റെ തള്ളൻ നായി കടിച്ച് കൊന്നിട്ട് ഭയങ്കര സങ്കടം. കാരണം ഈ പൂച്ച ഇതിപ്പോൾ അതിൻ്റെ തള്ളല്ല, അതിൻ്റെ അതേ ലുക്കുള്ള തള്ള വന്നപ്പോൾ ആ പൂച്ചക്കുട്ടി ഓടി ചെന്നതാണ് കേട്ടോ അതിൻ്റെ അമ്മേനെ വെച്ചിട്ട്. അങ്ങനെ എന്താ പറയുക, ഭയങ്കര ഒരു സാഡായി. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ കുട്ടികളിനെയും ഞങ്ങൾ സാധാരണ ഇതിൻ്റെ ബക്കറ്റിലാണ് കയറി കിടക്കുക. അപ്പം ബക്കറ്റോട് കൂടി ബാത്റൂമിലേക്ക് എടുത്ത് വെക്കും. എന്നിട്ട് അതിനെ അന്നൊരു ദിവസം ഹസ്ബൻഡിന് പനി ശ്രദ്ധ വിട്ടു എന്ന് തന്നെ പറയാം. നമ്മളെ മുറ്റത്ത് ഉണ്ടായിരുന്നില്ല ലൈറ്റാ, പിന്നെ എവിടെയെന്ന് അറിയില്ല. അപ്പോൾ അവിടെ നിന്ന് നായി കടിച്ച 2 മക്കളെ കൊന്ന്. ഇനിയിപ്പോൾ ഒരു കുട്ടിയാണ് ബാക്കിയുള്ളത് കേട്ടോ. എന്താ പറയുക, പാവം തോന്നുക. അതേപോലെ ഈ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഈ ഒരു ചാമ്പക്ക. ഈ ചാമ്പക്ക നിറച്ച് പൂടിട്ടുണ്ടായിരുന്നു, എല്ലാം പോയിട്ടോ. ഇനി കുറച്ച് എന്തോ ഉള്ളൂ, 3-4 കായ ആയെങ്കിലേ ഉള്ളൂ. നമ്മൾ വളരെ പ്രതീക്ഷയിൽ എന്താ പറയുക, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കുഴിച്ചിടുമ്പോൾ തന്നെ ഇത് കായ്ച്ച് നിൽക്കണമെന്ന് എൻ്റെ മനസ്സിൽ വരിക. ഇത് കായ്ക്കണതും പൂക്കണതും ആദ്യം മനസ്സിലേക്ക് വരിക. അതാണ് നമ്മൾ മൾബറിയാണ് കേട്ടോ. അത് കുറേ മൾബറി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ കുറേ പക്ഷികളൊക്കെ വരും കേട്ടോ. ചെറിയ ചെറിയ കിളികളൊക്കെ നമ്മുടെ മുറ്റത്തേക്ക് വരും. ഒരു കയ്യിൽ ഫോണുള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയുടെ പറിച്ചെടുക്കുന്നത്. നല്ല ടേസ്റ്റാണിത്. കുറേയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നായിട്ട് ഒരു 5-6 ഒന്നിച്ച് വായൊക്കെ ഇടുന്നു നല്ല ചോയ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒന്നും നമ്മൾ തിന്നു കഴിഞ്ഞാൽ ഒരു രസം തോന്നില്ല. ഇപ്പം ജസ്റ്റ് ഒന്ന് മുറ്റത്ത് കൂടെ അങ്ങനെ നടന്നു നോക്കും. പിന്നെ അപ്പം ഈ ഒരു ചെടി ഇത് ഇപ്പം എല്ലായിടത്തും ഈ ഒരു സീസണാണ് തോന്നുന്നുണ്ട്. ഇതിൻ്റെ എല്ലായിടത്തും കാണുന്നുണ്ട് പൂട്ടിക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ പൈപ്പിൽ ഞാനിത് നട്ടത്, നമ്മളെ ടർട്ടിൽ വെയിന്. അത് ഞാൻ അവിടെ അങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കാം കേട്ടോ. നല്ല രസമുണ്ടാവും കാണാൻ എന്നുള്ളൊരു ഉദ്ദേശത്തിൽ. അപ്പം ശരിക്കും ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഇതേത് ചെറിയ പിന്നെ ചിരട്ടയെ നമുക്ക് വെച്ചാലും അടിപൊളിയായിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു കർമൂസ നോക്കി എന്താണ് ഇതിൻ്റെ അവസ്ഥ ആയതെന്ന്. നല്ല ഉഷാറിലുണ്ടായി വന്നതായിരുന്നു. വളത്തിൻ്റെ കുറവോ നനവിൻ്റെ കുറവോ ഒന്നുമല്ല. പക്ഷേ ഈ ചട്ടി വലുപ്പമില്ല എന്നിട്ടാണോ അറിയില്ല, ഇതെങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ഉണ്ടാവൽ. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. എന്താ പറയുക, അങ്ങനെ ജസ്റ്റ് എടുത്ത സമയത്ത് അങ്ങനെ എടുത്തതാണ്. അപ്പം ഈ ഒരു പ്ലാവ് ഉണ്ട് ഇവിടെ. ഇതിപ്പോൾ ഫുള്ള് വെള്ളിരത്താളിയാണ് കേട്ടോ. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്, വെള്ള ഇല അവിടെ ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇത് വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വെട്ടി പ്ലാവൊക്കെ തോല് വെച്ചിട്ടുണ്ട്, ഇത് വെട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് പിറ്റേ ദിവസം ഞാൻ മുറ്റം നല്ലോണം വൃത്തിയാക്കി ചെടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അലമ്പായിട്ടുണ്ട്. അടുത്ത വീഡിയോ ഞാനത് കാണിക്കട്ടെ. ആർക്കൊക്കെ അങ്ങനത്തെ അനുഭവം ഉണ്ട്. ഇവിടെ തേങ്ങ വലിക്കാൻ വന്നതാണ്. തേങ്ങ വലിച്ചു കഴിഞ്ഞാൽ ഒരു ചട്ടിയെങ്കിലും നഷ്ടപ്പെടാതിരിക്കില്ല. അതെപ്പോഴും അങ്ങനെയാണ്. നമുക്കിപ്പോൾ തേങ്ങ വലിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും എല്ലാ ചെടീൻ്റെ അടുത്തും ഒരു പ്രാവശ്യമെങ്കിലും നടന്നു നോക്കും കേട്ടോ. ഈ ഒരു പിന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയുക മുള, അത് ഒരു ദിവസം വെള്ളം ഒഴിക്കാൻ അത് വാടി എന്തോ ആയി നിൽക്കും. കുറേ സ്ഥലത്ത് ഞാൻ പോകുമ്പം ഞാൻ ഇപ്പോൾ ചട്ടിയിലാണല്ലോ വെച്ചിട്ടുള്ളത്. പല സ്ഥലത്തും പാടത്തും പറമ്പിലും തൊടിയിലൊക്കെ ഈ സാധനം അങ്ങനെ നിറച്ച് കാണുന്ന ഒരു മഞ്ഞ മുള. ഞാൻ ഒറ്റ തൈ 100 രൂപക്കാട്ടത് വാങ്ങിയത്. എന്താ നമുക്ക് അവൈലബിൾ അല്ലാത്ത സാധനം എന്താ ചെയ്യുക, പൈസ കൊടുത്ത് വാങ്ങല്ലേ ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ എവിടെ നിന്നും പോയിട്ട് പറിച്ചു കൊണ്ടുവരാൻ പറ്റൂലല്ലോ. ഇത് ഇനി കാണിക്കുന്നത് ഞാൻ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഇതോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പം ഞാനിത് കാര്യമായിട്ട് ഇതിൽ ഈ ഒരു ഈ തക്കാളി ഒരു 3-4 അല്ല 5-6 ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഈ ഒരു മരം ഫുള്ള് പോയി. ഈ പൂച്ചക്കുട്ടി ഒന്നും ഇല്ല കേട്ടോ. ആ പൂച്ചക്കുട്ടി നായി കൊന്നാണ്, പാവം. എന്താ ചെയ്യുക, നല്ല ഉഷാറായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഈ ഒരു ഇത് തൂക്കിയിട്ട് കാണിച്ചിട്ട് കേട്ടോ. നമ്മളെ ടർട്ടിൽ മീൻ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. ഈ റൂമിലേക്ക് ഈ ഒരു ലിവിങ്ങിൽ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിൽ ഞാൻ ഏത് സാധനം വെക്കുമ്പോഴും അതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ആദ്യം എൻ്റെ മനസ്സിലുണ്ടാവട്ടെ. അങ്ങനെ ആവുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ഇതൊക്കെ വെക്കുക. അങ്ങനെ തന്നെ ആയിരിക്കൂലേ. ഇത് നമ്മുടെ ലിവിങ് റൂം ഇതാണ് കേട്ടോ. നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ ഉള്ളവർക്ക് അറിയാം. ഇത് പുറത്തുള്ളൊരു ലിവിങ് ആണ്. മരത്തിൻ്റെ പാനലിങ്ങാണ് ചെയ്തത് കേട്ടോ. അവിടെ നമ്മൾ ഹോം ടൂറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ മുന്നത്തെ വീഡിയോയിൽ. അപ്പം ഇനി തൊട്ടാണ് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് നീ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുറ്റത്ത് അവിടെയൊക്കെ ലെവലാക്കിയിട്ടുണ്ടായിരുന്നു.
അപ്പം ഈ ബേബി ചെല്ലിൻ്റെ ഇടയിൽ കുറേ നമ്മളെ സാധാ പോലത്തെ വെട്ടലിൻ്റെ പോലത്തെ കല്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അതേമാതിരി പൊറുക്കിയിട്ട് അവിടെ ഫുള്ള് സെറ്റാക്കി. അതൊക്കെ ഇപ്പോൾ കുളമായിട്ടുണ്ട്. ഇന്നിപ്പോൾ അതൊക്കെ കുളമായിട്ടുണ്ട്. ഇത് അന്നത്തെ ദിവസം നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ കേട്ടോ. അങ്ങനെ അതൊക്കെ ഫുള്ള് പൊറുക്കിയെടുത്തിട്ട്, ഫുള്ളൊന്നും ഇല്ലെങ്കിലും ഏകദേശം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ പൊറുക്കിയെടുത്തിട്ട് ആ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടോ. കാരണം അവിടെയൊക്കെ ഓടിൻ്റെ കഷ്ണങ്ങളും വെട്ടലിൻ്റെ പീസും എല്ലാം ഉണ്ട്. പിന്നെ എന്താ പറയുക, അത് ഒരു ദിവസമെങ്കിലും ഞാൻ എന്തെങ്കിലും പണിയെടുക്കാത്ത ദിവസമില്ല. പക്ഷെ എന്താ പറയാനാ, നമുക്ക് തേങ്ങ അലിക്കാതൊക്കെയൊന്നും പറ്റൂലല്ലോ. അതവിടെ ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ആ സൈഡിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മളെ വീഡിയോ കാണുന്ന കുറേ യൂട്യൂബേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോ ആക്കിയിട്ട് ഇട്ടുതരാം കേട്ടോ. അപ്പം ഒന്ന് കമൻറ്റ് ചെയ്യുക ആഗ്രഹമുള്ളവർ. അപ്പം ഇവിടെയൊക്കെ ഞാൻ സെറ്റാക്കി ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ കോലേൻ്റെ കാണിച്ചു തരുന്നുണ്ട് എന്തായിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഈ കാണുന്ന ഈ ചെടി ഉണ്ടല്ലോ, ഇതിൻ്റെ കുറേ തൈകളും കന്നുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. വേണ്ടവരൊന്ന് മെസ്സേജ് ആക്കുക കേട്ടോ. പിന്നെ നമ്മൾ കുറഞ്ഞ വിലക്ക് കോംബോ ആയിട്ടൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവരൊന്ന് മെസ്സേജ് ചെയ്യുക. ഞാൻ ഫോൺ നമ്പർ നമ്മുടെ ഇതിൽ കൊടുക്കാം കേട്ടോ. നമ്മളെ ഹെഡിങ്ങിൽ തമ്പനിയിൽ കൊടുക്കുമ്പോൾ അതിൽ കൊടുത്തേക്കാം. ഈ കാണുന്ന ചെടിയും അതേപോലെ ഈ സംഭവമൊക്കെ കോംബോ ആയിട്ടാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി കാണിക്കുന്ന ചെടികളൊക്കെ കൊടുക്കാനുള്ള തന്നെയാണ് കേട്ടോ. അപ്പം ആവശ്യമുള്ളവരും മെസ്സേജ് അയയ്ക്കുക. അപ്പം അതേപോലെ ഈ മണി പ്ലാന്റിൻ്റെ ഈ ഒരു വിഭാഗത്ത് പിടിച്ചിട്ട് ഇതൊക്കെ കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ. അവിടെ ഇവിടെയൊക്കെ പരന്ന് പിടിച്ചുണ്ടായിട്ടുണ്ട്. അപ്പം വേണ്ടവർ ഞാൻ കട്ടിങ്സ് ആയിരിക്കും അയച്ചു കൊടുക്കുക അതിൻ്റെ. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം. ഈ അഗ്ലോണിമയും അതേപോലെ ഈ കാണുന്ന ഈ ഒരു പിന്നെ ചെടിയും പിന്നെ ഈ ഒരു ഡിഫ്രോബാച്ചിയാണ് അതിൻ്റെ പേര് തോന്നുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടാണ് ഞാൻ അഗ്ലോണിമ നിയച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങിയെടുത്തത്. ഈ കാണുന്ന അഗ്ലോണിമയുടെ തൈകളൊക്കെ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.